മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിലെ പാചകപ്പുരയിൽ നിന്നും പുഴുവരിച്ച സാധനങ്ങൾ കണ്ടെത്തിയിട്ടും നടപടി വൈകുന്നു. കുട്ടികളുടെ പരാതിയെ തുടർന്ന് രക്ഷിതാക്കൾ നടത്തിയ പരിശോധനയിലാണ് പുഴുവരിച്ച പച്ചക്കറിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും കണ്ടെത്തിയത്. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടി വൈകുകയാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കേസ്. കഴിഞ്ഞ ദിവസമാണ് മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിൽ നിന്നും പുഴുവിനെ ലഭിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ രക്ഷിതാക്കൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. പാചകപ്പുരയിലേക്ക് കൊണ്ടുവന്ന പച്ചക്കറികൾ ഉപയോഗശൂന്യമായിരുന്നു. പാചകപ്പുരയിൽ സൂക്ഷിച്ച അരിയും പരിപ്പുമെല്ലാം പൂപ്പൽ ബാധിച്ച് കേടായിട്ടുണ്ട്. இது ஆட்டோ வந்து 20% டிஸ்கவுண்ட் பாய்ஸ் கீ வந்து இது வந்து 20% டிஸ்കൗണ്ട്. രക്ഷിതാക്കൾ അറിയിച്ചതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. ഉപയോഗശൂന്യമായ പച്ചക്കറി എത്തിച്ച വിതരണക്കാരനെ രക്ഷിതാക്കൾ മടക്കി അയച്ചു. സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് ആരോപണം. ധാരാളം നൂറുകണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കുട്ടികൾക്ക് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യധാന്യങ്ങളാണ് വിതരണം ചെയ്യുന്നതെന്ന് ഗൗരവമേറിയ വിഷയമാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി ബാലാവകാശ കമ്മീഷനും അതുപോലെ മലമ്പുഴ MLAയും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇത് ഉടനടി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. അല്ലാത്ത പക്ഷം ഗുരുതരമായിട്ട് ഈ ഭക്ഷ്യവിഷബാധ പോലുള്ള വിഷബാധ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയതിന് ശേഷം ഇടപെടുന്നതിനേക്കാൾ നല്ലതാണ് ഇത് ഒഴിവാക്കാനുള്ള നടപടിയുമായി അധികൃതർ മുന്നോട്ട് പോകുന്നത്. പുഴുവിനെ കണ്ടതോടെ കുട്ടികൾക്ക് വേറെ ഭക്ഷണം നൽകിയെന്ന് അധികൃതർ പറയുന്നു. സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കരാറുകാരനെ താക്കീത് ചെയ്തതായും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. എന്നാൽ അധികൃതരുടെ ഒത്താശയില്ലാതെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ടുവരാൻ വിതരണക്കാരന് എങ്ങനെ ധൈര്യം വന്നുവെന്ന് രക്ഷിതാക്കൾ ചോദിക്കുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടി വൈകുകയാണെന്നും ഇവർ പറയുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.